നമസ്കാരം. നമുക്കിടയിൽ രക്തയോട്ടക്കുറവ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കുറവായതുകൊണ്ട് ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ. എന്നാൽ ഇതിന് വലിയ ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലെങ്കിലും ചെറിയ ചെറിയ ലക്ഷണങ്ങളായിരിക്കും തുടക്കം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, സർക്കുലേഷൻ കുറവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മാറ്റാൻ ആവശ്യമായിട്ടുള്ള 10 ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആദ്യം ഈ സർക്കുലേഷൻ കുറവാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നോക്കാം. ഒന്ന്, അകാരണമായിട്ട് നമുക്ക് ക്ഷീണം തോന്നാം, എപ്പോഴും കിടക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കാം. ബോഡി മുഴുവനായിട്ട് നീര് വെച്ചതുപോലെ അനുഭവപ്പെടാം. അതുപോലെ തന്നെ കൈകാലുകളിൽ മരവിപ്പ് അല്ലെങ്കിൽ ഒരു തരിപ്പ് പോലെയോ അത് വളരെയധികം തണുത്തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി എന്ന് വരാം. അതുപോലെ വെരിക്കോസ് വെയിനിൻ്റെ പ്രശ്നങ്ങളും ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നു എന്ന് വരാം. ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സർക്കുലേഷൻ കുറവാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ബോഡിയെ സ്ക്രബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിപ്പം ഒരു ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് ഒക്കെ സ്ക്രബ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ. കാലിലൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും പെഡിക്യൂർ വലിയ രീതിയിലൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ജസ്റ്റ് ആ സ്റ്റോൺ ഉപയോഗിച്ചായാലും ഒന്ന് സ്ക്രബ് ചെയ്ത് വിടുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്രബ് ഉപയോഗിച്ചൊന്ന് ചെയ്യുന്നതോ ഒക്കെ തന്നെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് കാലിനും കൈയിനും മാത്രമല്ല ഫുൾ ബോഡി നമ്മൾ അതുപോലെ ചെയ്യുന്നത്. ഫേസിന് കൊടുക്കുന്ന പോലെ തന്നെ ഒരു സ്ക്രബ് ഫുൾ ബോഡി കൊടുക്കുന്നത് നല്ലതാണ്. അതിന് നമുക്ക് മുൻപ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പരിപ്പ് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്രബ് ചെയ്യുന്നത്. അല്ലാതെ ആയുർവേദ മെഡിസിൻസിൻ്റെയൊക്കെ തന്നെ ഒരു കൂട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ കേട്ടോ. ഇതൊന്നും അല്ലെങ്കിലും നമ്മുടെ ഓട്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറും കൂടെ കൊടുക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരെണ്ണമാണ് അഭ്യംഗം എന്നുള്ളത്. നന്നായിട്ട് എണ്ണ തേച്ച് കുളിക്കുന്നത് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കും, ബോഡി ഒന്ന് വാമായിട്ട് നിർത്താൻ സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസിനെയെല്ലാം ഫ്ലഷ് ചെയ്ത് കളയുന്ന രീതിയിൽ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുന്നത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെക്സ്റ്റ് ഭക്ഷണം കഴിച്ചാലുടൻ ഒരു ഭാഗത്ത് ഇരിക്കുകയോ കിടക്കുകയോ അരുത്. ബോഡിക്ക് ചെറിയ രീതിയിലുള്ള ചലനം കൊടുക്കുക എന്നുള്ളതാണ്. അമിതമായിട്ടുള്ള വ്യായാമം എന്നല്ല ഉദ്ദേശിച്ച് ചെറിയ രീതിയിലുള്ള ഒരു നടത്തമെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക. ബോഡി ഒന്ന് വാമാക്കി നിർത്താൻ സഹായിക്കുക. ആ ഡൈജഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടി സഹായിക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സർക്കുലേഷൻ നന്നായിട്ട് നടത്തും. അത് അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ബ്ലഡ് സ്റ്റാഗ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കെട്ടിക്കിടക്കുന്നത് പോലെ കിടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. സർക്കുലേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ ആഹാര രീതി ഒഴിവാക്കാനും കൂടെ ശ്രമിക്കുക. അതുപോലെ ശരീരത്തിന് റെഗുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ് കൊടുക്കുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ നമ്മൾ സർക്കുലേഷനെ കൂട്ടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ സൂര്യ നമസ്കാരം പോലുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിലേക്ക് എടുക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ വരുമ്പം പോമഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാതളം പോലുള്ളവ ഉപയോഗിക്കുന്നത്, ബെറീസ് ഉപയോഗിക്കുന്നത്, സ്ട്രോബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി തുടങ്ങിയിട്ടുള്ള ബെറികൾ, മൾബെറി ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇതിൽ ചില വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ടും ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഈ കുറയുന്ന വൈറ്റമിൻസ് ശ്രദ്ധിക്കാനുള്ളത് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ഒക്കെ തന്നെയാണ്. അപ്പോൾ വൈറ്റമിൻ സി കൂട്ടണം എന്നുണ്ടെങ്കിൽ അത് അടങ്ങിയിട്ടുള്ള നാരങ്ങ പോലെ പുളിപ്പ് രസമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൽ തന്നെ മഞ്ഞൾ, അത് ഏത് രൂപത്തിൽ നമ്മൾ കറിയിൽ ഉപയോഗിക്കുന്നത് പോലെയോ ഗോൾഡൻ മിൽക്ക് പോലെയോ അല്ലെങ്കിൽ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. ഈ രീതിയിൽ മഞ്ഞൾ ഉള്ളിലേക്ക് എടുക്കുന്നത് ചിറ്റമൃത് പോലുള്ളവയോ തുളസി വെച്ചിട്ടോ ഒക്കെ തന്നെ റോസ്മേരി പോലുള്ളവയോ അങ്ങനെയുള്ള ഹെർബൽ ഡ്രിങ്കുകൾ അല്ലെങ്കിൽ ഹെർബൽ ടീസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഇഞ്ചി ചതച്ചുള്ള വെള്ളം കുടിക്കുന്നത്, ഇഞ്ചി ഉള്ളിലേക്ക് എടുക്കുന്നത്, വെളുത്തുള്ളി ഉള്ളിലേക്ക്, ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ ക്യൂസീനിൽ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സിന്നമൺ എന്നുള്ളത് കറുവപ്പട്ടയുടെ പൊടി ഉപയോഗിച്ചിട്ടുള്ള ഡ്രിങ്ക് ഒക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഉപയോഗിക്കുന്നത്. അതുപോലെ ബീട്രൂട്ട് ഉള്ളിലേക്ക് എടുക്കുന്നത് ഒക്കെ തന്നെ ഇതുപോലുള്ള സർക്കുലേഷനെ കൂട്ടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ആയുർവേദത്തിൽ ചില ഹെർബൽ സപ്ലിമെന്റുകളുണ്ട്, ഗുഗുലു, അർജുന അല്ലെങ്കിൽ അശ്വഗന്ധ തുടങ്ങിയിട്ടുള്ള, ഇതൊക്കെ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇതിന് ഒരുപാട് ഒരു പ്യൂരിഫിക്കേഷൻ മെത്തേഡ് തന്നെ ആയുർവേദത്തിൽ നമ്മൾ പറയുന്നുണ്ട്. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ വളരെ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ ബ്രീത്ത്
ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യുന്നത് തന്നെ മൊത്തത്തിൽ നമ്മുടെ സർക്കുലേഷനെ മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ നമ്മൾ ബ്രീത്ത് എടുത്ത് കഴിഞ്ഞിട്ട് അത് കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം വളരെ സ്ലോലി അത് എക്സെയിൽ ചെയ്ത് പുറത്തേക്ക് വിടുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് സർക്കുലേഷനെ കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ ത്രിഫലപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് നല്ലതാണ്. എലിവേറ്റഡ് ആംഗിൾ പമ്പ് എന്നുള്ള ഒരു രീതിയാണ് ഇത്. ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് സർക്കുലേഷൻ കൂട്ടാൻ വളരെ നല്ലതാണ്. നമ്മൾ ഒരു ചെയറിൽ സീറ്റ് ഭാഗം നന്നായിട്ട് നമ്മുടെ നട്ടലൊക്കെ തന്നെ നിവർന്നിരുന്നിട്ട് ആ ഒരു ചെയറിനോട് ചേർന്നിരിക്കുക. എന്നിട്ട് അതേ ലെവലിൽ ഇരിക്കുന്ന ചെയറിൻ്റെ അതേ ലെവലിൽ തന്നെ ഒരു സ്റ്റൂള് പോലെയോ എന്തെങ്കിലും ബെഡിലേക്കോ നമുക്ക് കാല് നീട്ടി വെക്കാം. 2 കാലും നീട്ടി വെച്ച് ഒരു പില്ലോയുടെ മുകളിലേക്ക് കാല് നീട്ടി വെക്കാം. എന്നിട്ട് ആ ആംഗിൾ ഭാഗം ഉണ്ടല്ലോ, പാദത്തിൻ്റെ ഭാഗം മാത്രം ഇതുപോലെ മുകളിലേക്കും താഴേക്കുമായിട്ട് ഇതുപോലെ ചെയ്യുന്നത് ഒരു 10 തവണ സ്ലോവിൽ ചെയ്യുന്നത് ഈ സർക്കുലേഷനെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയുള്ളതാണ് നമ്മുടെ യോഗാസനാസിൽ പറയുന്നത് സർവാംഗാസന പോലെ. അത് എല്ലാവർക്കും ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സർവാംഗാസന ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വഴി. ഇനി അതല്ലെങ്കിൽ നമുക്ക് ബോഡി ഫ്ലോറിൽ തട്ടിയിട്ട് കാലുകൾ ചുമരിലേക്കൊക്കെ തന്നെ ചേർത്ത് നിർത്തി കാല് പൊക്കി വെക്കുന്നത് ഇതുപോലെ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ്. ഇനി നമുക്ക് ഈ ഒരു സർക്കുലേഷൻ്റെ കുറവുണ്ടോ അല്ലെങ്കിൽ സർക്കുലേഷൻ ശരിയായിട്ട് നടക്കുന്നുണ്ടോ ഒക്കെ തന്നെ വീട്ടിലിരുന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ചെയ്യാൻ പറയട്ടെ. കാപ്പിലറി റീഫിൽ ടെസ്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മുടെ ഫിംഗറിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ നന്നായിട്ട് ഈ അഗ്രഭാഗം നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. അല്പസമയം പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ വൈറ്റ് കളറായിട്ട് വരുന്നത് കാണാം. ആ വൈറ്റ് കളർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് റിലീസ് ചെയ്ത് ആ ഒരു പ്രഷർ റിലീസ് ചെയ്ത് ആ ഭാഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡോടുകൂടി പെട്ടെന്ന് അവിടെ ബ്ലഡ് ഫില്ലാവുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വളരെ വേഗത്തിൽ ഇത് ഫില്ലാവുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷന് കാര്യമായ തകരാറൊന്നുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി അതിന് ഒരുപാടേറെ സമയം എടുക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സർക്കുലേഷൻ വളരെ കുറവാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ അഡ്വൈസ് സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നിങ്ങളെല്ലാവർക്കും തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.